ഒരൊറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവിക്കും? ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമരയുടെ ഷോക്കിലാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും. തൂത്തെടുത്തു എന്ന് പറയുന്നത് പോലെയാണ് എംപിമാരെ കടത്തിക്കൊണ്ടുപോയത്. ഒന്നും വെറുതെയാണെന്ന് തോന്നുന്നില്ല. മറുകണ്ഠം ചാടിയ എംപിമാരുടെ വീടിന് ചുറ്റുമൊക്കെ ഇഡി കറങ്ങി നടന്നത് അങ്ങാടിപ്പാട്ടാണ്. രാഘവ് ഛദ്ദയും സ്വാതി മലിവാളും വിമത നീക്കങ്ങൾ മുൻപേ തുടങ്ങിയവരാണ്. എന്നാൽ 10 രാജ്യസഭാംഗങ്ങളിൽ 7 പേരും പാർട്ടി വിട്ടതോടെ केजरीवालिനും പാർട്ടിക്കും അത് ആപ്പായി. जिसने आम आदमी पार्टी को अपने खून पसीने से सींचा और बड़ी उम्मीदों के साथ आम आदमी पार्टी से जुड़ा था, आज हर वो व्यक्ति या तो आम आदमी पार्टी को छोड़ चुका है या छोड़ रहा है, क्योंकि हर ईमानदार मेहनतकश आदमी को ये लगता है कि अब आम आदमी पार्टी में काम करने की जगह नहीं बची और आम आदमी पार्टी अब एक ऐसे गलत रास्ते पर चल रही है जिससे कोई अपना नाता नहीं रखना चाहता. इसी के चलते एक एक करके तमाम लीडर्स ने आम आदमी पार्टी को छोड़ दिया. എംപിമാരിൽ 2 പേരും പാർട്ടി വിട്ടതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള ഒരു അയോഗ്യത ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. മറിച്ചും അഭിപ്രായങ്ങളുണ്ട്. ഓപ്പറേഷൻ കണക്ക് കൂട്ടി തന്നെയാണ് ബി.ജെ.പിയുടെ ഓപ്പറേഷനൊക്കെ. രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗബലം കൂടും. 245 അംഗസഭയിൽ ഇതെല്ലാം കൃത്യമായി വന്നാൽ ഇനി 113 പേർ ബി.ജെ.പിക്ക് വേണ്ടി കൈ ഉയർത്തും. സഖ്യകക്ഷികളും സ്വതന്ത്രരും നാമനിർദ്ദേശം ചെയ്തവരും ചേരുമ്പോൾ അംഗബലം 148 ഉയരും. ഭരണഘടനാ ഭേദഗതിക്കുള്ള 2/3 ഭൂരിപക്ഷത്തിന് ആ കണക്ക് അധികം അകലെയല്ല എന്നതാണ് ശ്രദ്ധേയം. ये उनकी पार्टी के अंदर का मामला है, परंतु सच है कि उनकी पार्टी में लोग उनकी लीडरशिप से तंग हैं और उसको चलते हुए छोड़ने डिक्टेटोरियल एटीट्यूड. और ये पहली बार नहीं, शाजिया इल्मी हो, प्रशांत भूषण हो, वो कुमार विश्वास हो, मतलब युगेंद्र यादव, कई लोग पार्टी छोड़ चुके हैं उनके यहाँ से और निरंतर पार्टी छोड़ रहे क्योंकि उनके यहाँ जो लीडरशिप का वैक्यूम है और लीडरशिप जो है वो ठीक से लीड नहीं कर पा रही. പാർട്ടിയുടെ നട്ടെല്ലൊടിച്ചുള്ള ഈ കളംമാറ്റത്തിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള ആപ്പിന്റെ നീക്കങ്ങൾ ഒന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. പഞ്ചാബിൽ കൂടി ഭരണം പോകുമോ എന്ന ആശങ്കയും കെജ്രിവാളിനുണ്ട്. പുതിയ വീട്ടിലേക്ക് അരവിന്ദ് കെജ്രിവാൾ താമസം മാറിയ അതേ ദിവസമാണ് ബി.ജെ.പിയിലേക്കുള്ള എംപിമാരുടെ കയറി താമസം. കെജ്രിവാളിന്റെ ശീഷ് മഹൽ എന്ന വീടിനെ ചൊല്ലിയാണ് ഇപ്പോൾ പോര്. കൊട്ടാരം എന്നാണ് ബി.ജെ.പി പറയുന്നത്. കള്ളമെന്ന് ആപ്പ് പ്രതികരിക്കുന്നു. ഔദ്യോഗിക വസതിയുടെ പേരിൽ ഇതാദ്യമായല്ല കേജ്രിവാളിനെ ബി.ജെ.പി വട്ടം കറക്കുന്നത്. वो सारी पिक्चर दिखाएंगे जो केजरीवाल जी ने अपने नए घर में किस तरीके से काम किया, वो सारा इसमें आपको दिखाई देगा. मैं सोचता हूं कि बार बार इतनी कसम खाने वाला व्यक्ति, उसको ऐसे घर में नींद कैसे आती होगी. मैं जब गया था शीश महल देखने के लिए तो मैंने पूरे घर को दिखाया था देश की जनता के सामने और मैं वहां पर जब मैं देख रहा था तो मैं सोच रहा था कि ऐसे सिल्क के कारपेट पे रहने के बाद, ऐसे करोड़ों रुपए बाथरूम में लगाने के बाद, ऐसे करोड़ों रुपया बेडरूम में लगाने के बाद में वहां पे नींद कैसे आती होगी? क्या आपको अपने आप से घिन नहीं आती? वहां पे सांस कैसे आती होगी? दम नहीं घुटता आपका? ഇനി കൗതുകമുള്ള മറ്റൊരു കാര്യം പറയാം. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയൊരു അൺഫോളോ ക്യാമ്പയിൻ നടക്കുന്നു. അത് ബി.ജെ.പിയിൽ ചേർന്ന രാഘവ് ഛദ്ദയ്ക്കെതിരെയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 1 മില്യൺ ഫോളോവേഴ്സാണ് രാഘവ് ഛദ്ദയെ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തത്. കമന്റ് സെക്ഷനുകളിൽ മുട്ടൻ ചീത്തവിളിയുമുണ്ട്. ജെൻസികളുടെ പ്രിയ താരമായിരുന്നു എന്നും രാഘവ്, അവരുടെ പ്രിയപ്പെട്ട നേതാവ്. യുവതലമുറയുമായി രാഘവിന്റെ സോഷ്യൽ മീഡിയ കണക്ട് വളരെ ശ്രദ്ധേയമായിരുന്നു. സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തിനപ്പുറം പൊതുവിഷയങ്ങളിൽ രാഘവ് അവരുമായി എപ്പോഴും സംവദിച്ചു, അവർക്ക് വേണ്ടി സംസാരിച്ചു. രാഘവിന്റെ ആ ജെൻസി ഫോളോവേഴ്സ് കൈവിടുകയാണോ എന്ന് സംശയിക്കണം. അതെങ്ങനെയാണ് രാഘവും സംഘവും വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നതെന്നും അറിയണം. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രകാശ് നൽകും. വിഷ്ണു, ആപ്പിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് രാഘവ് ഛദ്ദ. രാഘവിനൊപ്പം പോയവരാകട്ടെ ഏതൊക്കെ രീതിയിൽ ആപ്പിനെ ശ്രദ്ധേയരായി നിലനിർത്തുന്നു, ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇത് ബി.ജെ.പി ആദ്യമായല്ല ചെയ്യുന്നത്. 2022 നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേ രീതിയിൽ ആപ്പിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാൻ നടന്ന നീക്കങ്ങളെക്കുറിച്ചും ഓഫർ ചെയ്ത തുകയെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റം അത് വലിയ ലക്ഷ്യങ്ങളോടെയാണോ?
ശ്രീജ, തീർച്ചയായും. കാരണം പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ അടർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJP ത്വരിതപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി ബില്ലെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് കൂടുതൽ MP-മാർ തങ്ങൾക്കൊപ്പം ഉണ്ട് എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആകുമെന്നാണ് BJP കരുതുന്നത്. പക്ഷേ ഇപ്പോഴുള്ള നിയമവ്യവസ്ഥ പ്രകാരം ഈ 7 MP-മാർ പോയാൽ തന്നെയും കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് വസ്തുത. അതായത് പാർലമെന്ററി രംഗത്തെ 3/2 ഭൂരിപക്ഷമല്ല വേണ്ടത്, പാർട്ടി തലത്തിൽ 3/2 ഭൂരിപക്ഷമാണ് വേണ്ടത് എന്നാണ് സുപ്രീം കോടതിയുടെ നിലവിലുള്ള ഉത്തരവുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സവിശേഷ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ ആം ആദ്മി പാർട്ടി ഇനി സുപ്രീം കോടതിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ഇപ്പോൾ ഈ പോയ MP-മാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകുകയും അതോടൊപ്പം തന്നെ പഞ്ചാബിൽ നിന്നുള്ള MP-മാരാണ് ഈ പോയത് എന്നതിനാൽ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി MLA-മാരും രാഷ്ട്രപതിയെ കാണാൻ അനുവാദം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെ, ഓപ്പറേഷൻ ലോട്ടസ് എന്ന് വിളിക്കുന്ന ഈ നീക്കത്തെ പ്രതികൂലിച്ച് അല്ലെങ്കിൽ വിമർശിച്ച് വരുന്ന കോൺഗ്രസ് ഒരു വശത്ത് ആം ആദ്മി പാർട്ടിയെ കൂടി വിമർശിക്കുന്നുണ്ട് എന്നതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതായത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി BJP വളർത്തിയതാണ് എന്ന തരത്തിലാണ് സംസ്ഥാന നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം അതിനെ വിമർശിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ BJPയുടെ നീക്കത്തെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തല്ലും തലോടലും ആം ആദ്മി പാർട്ടി സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. പഞ്ചാബ് കൂടിയേ ഇനി ബാക്കിയുള്ളൂ ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ ഭരണമുള്ളത്. ആ പഞ്ചാബിൽ കൂടി അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് 18 MLA-മാർക്ക് അതൃപ്തി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഡൽഹിയിലാകട്ടെ 22 MLA-മാരാണ് ആം ആദ്മി പാർട്ടിക്ക് നിലവിലുള്ളത്. ഒരു കാലത്ത് 62ഉം 67ഉം MLA-മാരുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ഭരണം നഷ്ടപ്പെട്ടപ്പോൾ 22 എന്ന നമ്പറിലേക്ക് ചുരുങ്ങിയിരുന്നു. അതിൽ തന്നെ 15 MLA-മാരെ തങ്ങൾക്കൊപ്പം നിർത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് BJP മുഴക്കുന്ന അവകാശവാദം. പഞ്ചാബിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്ന് പറഞ്ഞത് അകാലിദളാണ്. അകാലിദൾ നേതാവ് തന്നെ പറഞ്ഞു ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കൂടുതൽ MLA-മാരും നേതാക്കളും ഈ പാർട്ടി വിട്ട് BJPയിലേക്ക് എത്തുമെന്നത്. എന്തായാലും ഇപ്പോൾ വലിയ ആശങ്കയാവുന്നത് വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.